പ്രതിദിനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ് ആണ്. ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട്. ആർക്കും പഠിക്കാൻ പറ്റും. നമുക്ക് ആർക്കും പഠിക്കാൻ പറ്റിയ ഒരു ടെക്നോളജി ആണല്ലോ. അതിലിപ്പോ ആൺകുട്ടി പെൺകുട്ടി എന്നില്ല. നമസ്കാരം. നമ്മളിപ്പോ 4 നൂറ്റാണ്ടുകളായിട്ട് പണി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അങ്ങനെ സ്ഥാപനം ഉണ്ടോ? നമുക്ക് സാറിന് ഇത് കാണാം. ഓക്കെ. പ്രതിദിനം ഈ 2 സൈഡിലും കുട്ടികളാണ്. നമുക്ക് സാറിന് ഇത് കാണാം. സാറേ നമസ്കാരം. നമസ്കാരം. പേര്? പ്രസാദ്. നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്? ബ്രിഡ്കോ. സാറേ എന്ത് പണിയാ കൊടുക്കുന്നത്? നമ്മളിവിടെ കൊടുക്കുന്ന പണി എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ സ്മാർട്ട് ഫോൺ ആൻഡ് മാക്ബുക്ക് എഞ്ചിനീയറിംഗ് അവരെ പഠിപ്പിക്കും. നാഷണൽ ഇന്റർനാഷണൽ ട്രെയിനിങ് ഉൾപ്പെടെയാണ് നമ്മളെ കോഴ്സ് കഴിയുക. കാലയളവിൽ തന്നെ അവർ 13 തൊട്ട് 15 ലക്ഷത്തോളം രൂപ ഇൻകമായിട്ട് അവർ നേടുന്നുണ്ട്. ഇനി കോഴ്സ് കഴിഞ്ഞാൽ ഹൈ ഇൻകത്തിലാണ് അവർ പ്ലേസ്മെൻ്റ് ആവുക. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്ന 25 വർഷത്തിന് മുകളിലായിട്ട് ഈ ടെക്നോളജിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന പണി. എന്ത് പണിയാ അതെന്ന് പറഞ്ഞാൽ ഈ വേൾഡ് വൈഡ് നോക്കിക്കഴിഞ്ഞാൽ 800 കോടിയിലധികം ജനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ 3 ഇരട്ടിയോളം മൊബൈൽ ഉപഭോഗങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിലവിൽ തന്നെ 20 കോടിയിലധികം ടെക്നീഷ്യന്മാരെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർമാരെ ആവശ്യമുണ്ട്. അതാണ് ഇതിൻ്റെ സാധ്യത. അത് ഹൈടെക് കഴിഞ്ഞവർക്കാണ് ഹൈ ഇൻകം കിട്ടുക. അപ്പം നമ്മൾ ആ രീതിയിലുള്ള കോഴ്സ് കൊടുത്ത് ട്രെയിനിങ് കൊടുത്ത് ആ ഒരു ഹൈ ലെവലിലോട്ട് എത്തിച്ച് ഹൈ പെയ്ഡ് ഇൻകത്തിലോട്ട് മാറ്റുകയാണ് നമ്മൾ പണിയായിട്ട് സ്റ്റുഡൻസിന് കൊടുക്കുക. കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന കാറുകളായാലും മറ്റു കാര്യത്തിലെല്ലാം അതെ ടെക്നോളജിയാണ് കാര്യം. ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ടെക്നോളജിയാണ്. ഈ സ്മാർട്ട് ടെക്നോളജി വരുന്നതാണ് മൊബൈൽ ഫോണ്, ലാപ്ടോപ്പ്, മാക്ബുക്ക്, അതുകണക്ക് തന്നെ ഹൈടെക് കാറുകൾ, മിസൈലുകൾ, അതുകണക്ക് തന്നെ റോബോട്ടിക്സ്, ഇതില്ലാതെ ചിന്തിക്കാനേ പറ്റത്തില്ല. ഇന്നത്തെ ലോകം നിയന്ത്രിക്കുന്ന ഈ സ്മാർട്ട് ടെക്നോളജിയാണ്. അതാണ് നമ്മൾ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന ഈ ഒരു പഠനം. കൂടാതെ നമ്മുടെ കോഴ്സ് 6 മാസത്തെ കോഴ്സ് കഴിയുമ്പോൾ തന്നെ കഴിഞ്ഞ് ട്രെയിനിങ് എടുക്കുന്നവർ കേരളത്തിൽ പോലും സ്റ്റാർട്ടിങ് തന്നെ 20,000 മുകളിലാണ് സാലറിയിൽ അവർക്ക് കയറാൻ പറ്റുന്നത്. ഇൻ്റർനാഷണൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 50,000 തൊട്ട് 75,000 രൂപയിലാണ് മിനിമം സ്റ്റാർട്ടിങ് സാലറിയിൽ പ്ലേസ്മെൻ്റ് ആവുന്നത്. നമുക്ക് ഇതെല്ലാം ഒന്ന് കണ്ടാലോ? പിന്നെന്താ. പ്രതിദിനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ് ആണ്. ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട്. സ്ക്രീനിൽ സാറാണ് പഠിപ്പിക്കുന്നത്. അപ്പം സാർ ഇത്രയും കുട്ടികളെ ഉള്ളോ? നമുക്കിവിടെ ഒരു 12 കുട്ടികളാണ് ഒരു ക്ലാസ്സിൽ മാക്സിമം ഒരു ക്ലാസ്സിൽ. അപ്പോൾ അവരെ ശ്രദ്ധിക്കാൻ ഒരു സാറും മാക്സിമം അവരെ ശ്രദ്ധിക്കാൻ അത്രയും മതിയാവും. പിന്നെ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എനിക്ക് തോന്നുന്നു 30-40 സ്റ്റുഡൻസ് ആയിരിക്കും അവർ ഉൾക്കൊള്ളിക്കുക. ഏറ്റവും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 12 കുട്ടികൾക്ക് ഒരു സാറാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് പഠിക്കാം. പിന്നെ ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമുക്ക് ഇതിനകത്ത് ഇപ്പം ഇതൊരു IC ആണ്. ഈ ICയുടെ ഓരോ ബോളിലും എങ്ങനെയാണ് സർക്യൂട്ട് പോകുന്നത്, അത് സർക്യൂട്ടിൻ്റെ നെയിം എന്താണ്, അല്ലെ ആ പ്രിന്റിന്റെ നെയിം എന്താണ്, ഇതൊക്കെ നമ്മൾ ഓരോ ലൈൻ ബൈ ലൈൻ വെച്ചാണ് പഠിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, ഇത് തന്നെ നമ്മൾ മൈക്രോസ്കോപ്പിൽ ചെയ്ത് കാണിക്കും. ഇവിടെ ക്യാമറ കണക്റ്റഡ് ആണ്. ഇത് നേരെ നമ്മൾ ഇന്ററാക്റ്റീവ് പാനലിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്നത് അവർ വർക്ക് ചെയ്ത് പഠിക്കും. അപ്പം നമ്മൾ ഫസ്റ്റ് കാണിച്ചു കൊടുക്കും എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ പെട്ടെന്ന് പഠിക്കാനും പറ്റും. പിന്നെ പേരെന്തായിരുന്നു? ആദിത്യൻ. സ്ഥലം? കൊല്ലം. എങ്ങനെയുണ്ട്? നല്ലൊരു പഠിക്കും. ആണോ? എത്ര നാളായി? 6 മാസം. 6 മാസമായി. പഠിച്ചിട്ട് എങ്ങനെയുണ്ട്? പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് എല്ലാം? സാറുമാരെല്ലാം പറഞ്ഞിരുന്നു. പേര്? എൻ്റെ പേര് അജ്മൽ. എങ്ങനെയുണ്ട്? ഇവിടെ നല്ല രീതിയിൽ പഠിപ്പിക്കാനും നല്ല അധ്യാപകരൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ എല്ലാവർക്കും ആൾക്കും ഓരോ ഉപകരണം വെച്ചുണ്ട്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കി പഠിക്കാനും നമുക്ക് വർക്കുകൾ പെട്ടെന്ന് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. സ്ഥലം? കണ്ണൂർ. കണ്ണൂരല്ലയോ? എങ്ങനെയുണ്ട്? കൊള്ളാം. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ആണ്. പഠനം എങ്ങനെയുണ്ട്? പഠനം നല്ലോണം മനസ്സിലാവുന്നുണ്ട്. സ്ഥലം എവിടാ? ആലപ്പുഴ. അപ്പൊ ഇവിടെ വന്നു പോവാന്നോ അതോ നിൽക്കുവാന്നോ ഇവിടെ? അല്ല, ഇവിടെ ഹോസ്റ്റൽ സൗകര്യം എല്ലാം ഫ്രീ ആണ്. ഇപ്പോൾ ഇവിടെ ഹോസ്റ്റലിൽ ഇവിടെ തന്നെ നിൽക്കുക. ഇപ്പം നമുക്ക് പുതിയ ടെക്നോളജിപരമായിട്ടുള്ള ഇപ്പം പുതിയ ഐഫോൺ ആണെങ്കിലും മാക്ബുക്ക് അങ്ങനെ എല്ലാം നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. ഏറ്റവും പുതിയ ഇറങ്ങുന്ന പോലും നമുക്കിവിടെ പഠിക്കാൻ പറ്റുന്നതാണ്. ആർക്കും പഠിക്കാൻ പറ്റിയ കോഴ്സാണ്. പക്ഷേ ഇത് അതല്ല, ഇത് OJT ആണ്. ഞങ്ങളിപ്പോൾ VHSC അതുപോലെ ITI പോളി കുട്ടികൾക്ക് OJT കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മുടെ വുമൻസ് ITIയിലെ കുട്ടികളാണ്. അവരുടെ OJT ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കും പുതിയ ടെക്നോളജി പഠിക്കാൻ വേണ്ടി ആർക്കും പഠിക്കാൻ പറ്റും. നമുക്ക് ആർക്കും പഠിക്കാൻ പറ്റിയ ഒരു ടെക്നോളജി ആണല്ലോ. അതിലിപ്പോൾ ആൺകുട്ടി പെൺകുട്ടി എന്നില്ല. ഞങ്ങളിവിടെ ഓൾറെഡി പെൺകുട്ടികൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ITI കുട്ടി ഇവർക്ക് ഞങ്ങൾ തന്നെ പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നമുക്ക് ഒരാളെ പരിചയപ്പെടാം. പേരെന്തുവായിരുന്നു? ആദിത്യ. എങ്ങനെയുണ്ട് ക്ലാസ്? അടിപൊളിയാണ്. നന്നായിട്ട് പോകുന്നുണ്ട്. ഇൻസ്ട്രക്ടേഴ്സ് ഒക്കെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. എല്ലാം മനസ്സിലാവുന്നത്? പിന്നെ നന്നായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഒരു 12 പേർക്ക് ഒരു സാറെന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഓരോരുത്തരുടെയും ബേസിക് തൊട്ടും എല്ലാം നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാം നന്നായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ഒരാളെ പരിചയപ്പെടാം. പേര്? ദിതോശങ്കർ. എങ്ങനെയുണ്ട് ക്ലാസ്? സൂപ്പറാ. എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സാറ് നല്ലപോലെ പറഞ്ഞു തരുന്നത്. സാറേ എല്ലാം കണ്ടു, ഒരു രക്ഷയില്ല. കാരണം സാറുമാരൊക്കെ പറഞ്ഞു കൊടുക്കുന്നതായാലും അതിൻ്റെ രീതികളായാലും എല്ലാം അടിപൊളിയാണ്. സാറേ ഇത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ? ഇന്ത്യയിൽ തന്നെ ആസാം, ഹൈദരാബാദ്, നോയിഡ, ഡൽഹി, കേരളം ഉൾപ്പെടെ സ്ഥലങ്ങളിലുണ്ട്. അതുകൂടാതെ വിദേശ രാജ്യങ്ങളിലും ഉണ്ട്. ഇന്ത്യക്ക് വെളിയിലുണ്ട്. സാർ ഇത് പഠിക്കാൻ ആഗ്രഹമുള്ളവർ എന്താ ചെയ്യേണ്ടത്? സാറ് പഠിക്കാനാണെങ്കിൽ നമ്മൾ കേരളത്തിൽ 15ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഇനി കേരളത്തിൽ തന്നെ പഠിക്കേണ്ടതെങ്കിൽ നമുക്കുള്ള കസ്റ്റമർ കെയർ നമ്പറുണ്ട്. അതിനകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ പഠിക്കേണ്ട
താല്പര്യമുള്ള ആ സ്ഥാപനം തിരഞ്ഞെടുത്ത് ആ ജില്ലയിൽ പഠിക്കാൻ പറ്റും. പഠിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിൽ നമ്പർ ഉണ്ട്, വിളിച്ചാൽ മതി.